എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ക്രിസ്തുരാജ തിരുനാളിനോടനുബന്ധിച്ച് ടീം മിഷൻ 2K33 എന്ന ബാനറിൽ കോട്ടയത്ത് നമ്മൾ ആരംഭിച്ച ക്രിസ്തുരാജത്വ സന്ദേശ റാലി ക്രിസ്തുരാജൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന മറ്റ് പള്ളികളെ കേന്ദ്രീകരിച്ച് തുടരുകയാണ്. യേശു ക്രിസ്തു ലോകമെമ്പാടും ഏക കർത്താവായി അംഗീകരിക്കപ്പെടണം. അവിടുന്ന് ഭരണകർത്താവാണ്, അവിടുന്ന് രാജാവാണ്. അവിടുത്തെ എല്ലാവരും അറിയണം, അംഗീകരിക്കണം. അങ്ങനെ ലോകം ദൈവരാജ്യമായി മാറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലങ്ങളിൽ യേശു ക്രിസ്തുവാണ് ഏകരക്ഷകനെന്ന്, ഏക കർത്താവെന്ന് പ്രഘോഷിക്കപ്പെട്ടിരുന്നു, വളരെ കാര്യമായിട്ട് പ്രഘോഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് പല പ്രഘോഷകരും അതിൽ നിന്ന് പിന്നോട്ട് പോയതായിട്ടാണ് കാണുന്നത്. യേശു ക്രിസ്തു ഏക കർത്താവായി, ഏക ഭരണകർത്താവായി അംഗീകരിക്കപ്പെടണം. അതിനുള്ളൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ പിന്നിലുള്ളത് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരൽമായ മുന്നേറ്റമാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം, യേശു രാജാവാണോ? പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ രാജാവാകുന്നുവോ? അതിന് ഈശോ പറഞ്ഞ മറുപടി, അതെ, നീ പറഞ്ഞതാണ് ശരിയെന്നാണ്. പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നും അവിടുന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈശോ മറ്റൊരവസരത്തിൽ പറഞ്ഞു, നിങ്ങളെന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അതെ, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. മറ്റൊരവസരത്തിൽ ഈശോ പറഞ്ഞു, ക്രിസ്തു മാത്രമായിരിക്കണം നിങ്ങളുടെ നേതാവ്, ക്രിസ്തു അല്ലാതെ മറ്റൊരു നേതാവ് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന്. അതുപോലെ അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. താൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നുള്ളതിന്, താൻ ക്രിസ്തു ആണെന്നുള്ളതിന് ധാരാളം തെളിവുകൾ അവിടുന്ന് ഹാജരാക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും തൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഇതാ തിരുവെഴുത്തുകൾ എന്നിൽ നിറവേറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനാണ് ക്രിസ്തു, ഞാനാണ് ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അതിനപ്പുറവും അവിടുന്ന് പറഞ്ഞു, ദൈവത്താൽ അയക്കപ്പെട്ടവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് അതിനെ വിശദീകരിച്ചു, നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ പിതാവെന്ന് പറയുന്നത്. അതുവഴി ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ ദൈവത്തെ തന്നെയാണ് കാണുന്നതെന്ന്. ഞാനും ദൈവവും ഒന്നാണ് എന്നവിടുന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംസാരിച്ചു. അതുകൊണ്ടാണ് യഹൂദ നേതാക്കന്മാർ ഈശോയെക്കുറിച്ച് പറഞ്ഞത്, ഇവൻ തന്നെ ദൈവതുല്യനാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ വധിക്കണം എന്നവർ പറയാൻ കാരണം അതാണ്. ഈശോ രാജാവാണോ? അതെ, ഈശോ രാജാവാണ്. രാജാവ് ഭരണകർത്താവാണ്. തന്നിഷ്ടം പ്രവർത്തിക്കുന്ന ധിക്കാരികളായ രാജാക്കന്മാരെ ജനം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് രാജാവ് എന്ന് പറയുമ്പോൾ മോശമായൊരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ യഥാർത്ഥ രാജാവ് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്, പ്രജകൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാവുന്നവനാണ്, പ്രജകളെ രക്ഷിക്കുന്നവനാണ്, പ്രജകൾക്ക് കാവലിരിക്കുന്നവനാണ്. അതാണ് ക്രിസ്തു എന്ന ഭരണകർത്താവ്. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ പോലും തയ്യാറാകുന്നവനാണ്. ചെന്നായ്ക്കൾ വരുമ്പോൾ ചെന്നായ്ക്കളിൽ നിന്ന് അവയെ രക്ഷിക്കാൻ ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട് പൊരുതുന്നവനാണ് രാജാവ്, പൊരുതുന്നവനാണ് ഇടയൻ. ഈ കാര്യമൊക്കെ ഈശോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ ജനനത്തിൻ്റെ അവസരത്തിൽ മംഗളവാർത്തയിൽ മാതാവിനോട് മാലാഖ പറയുന്നുണ്ട്, യാക്കോവിൻ്റെ
ഭവനത്തിന്മേൽ ഇവൻ എന്നേക്കും ഭരണം നടത്തും, ഇവൻ്റെ രാജ്യത്തിന് അതിർത്തി ഉണ്ടാവുകയില്ല, അവസാനം ഉണ്ടാകുകയില്ല എന്നൊക്കെ. അപ്പോൾ യേശുവിൻ്റെ രാജ്യം ദൈവം അയച്ചവൻ്റെ രാജ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യമാണ്. അവിടെ നാം കാണുന്നത് യേശു പരസ്യജീവിതം തുടങ്ങുമ്പോൾ പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്താണ് സുവിശേഷം? യേശു പ്രഘോഷിച്ചതാണ് സുവിശേഷം. അങ്ങനെ യേശു പ്രസംഗിച്ച സുവിശേഷം വിശ്വസിക്കണം. ആ സുവിശേഷത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ സുവിശേഷത്തിൻ്റെ കാതലായി നിൽക്കുന്ന സന്ദേശം, ദൈവം പാപിയായ മനുഷ്യനെ കൈവിടുകയില്ലെന്നുള്ളതാണ്. ദൈവം പാപിയായ മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കും. അതുകൊണ്ട് ഏത് മഹാപാപിക്കും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ദൈവത്തോടൊപ്പം ജീവിക്കാം. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ യേശുവിൻ്റെ ആത്മാവ് ആ വ്യക്തിയിലുണ്ടാവും. അവരൊക്കെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകും. അവരെല്ലാം ദൈവരാജ്യത്തിലായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവരാജ്യം യേശു സ്ഥാപിക്കുന്ന രാജ്യമാണ്. മറ്റ് രാജ്യം പോലെ അല്ലത്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തിന് അതിർത്തിയുണ്ട്, ജിയോഗ്രാഫിക്കലായിട്ടൊരു ബൗണ്ടറി ഉണ്ട്. മലഹ പറഞ്ഞു അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല, അവൻ്റെ രാജ്യത്തിന് അതിർത്തിയില്ല എന്ന്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രാജ്യത്തിന് അതിർത്തിയില്ല എന്ന് പറയുന്നത്? അതിന് കാരണം, ഏത് രാജ്യത്ത് ജീവിക്കുന്നവർക്കും ആ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് എതിരല്ലാതെ യേശുവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് യേശുവിൻ്റെ ആ മഹാമനസ്കതയ്ക്കനുസരിച്ച്, ഉദാരതയ്ക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. ഒരു ചവിട്ടത്തടിക്കുന്നവന് മറ്റേ ചുവട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭരണഘടനയ്ക്കെതിരല്ല. നിൻ്റെ വസ്തുക്കൾ ആരെങ്കിലും ബലമായിട്ട് എടുത്തുകൊണ്ട് പോയാൽ അനുഗ്രഹിച്ച് വിട്ടുകൊടുത്തേക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരല്ല. അതുകൊണ്ട് യേശുവിനെ അംഗീകരിക്കുന്നവരും യേശുവിൻ്റെ നിയമം ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുന്നവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. അവരേത് രാജ്യത്തായാലും ആ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് യേശുവിൻ്റെ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ ആ രാജ്യത്തിൻ്റെ മക്കളായിരിക്കെ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളുമായിരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അതുകൊണ്ട് ഏത് രാജ്യത്ത് ജീവിക്കുന്നവർക്കും ആ രാജ്യത്തിൻ്റെ ഭരണഘടന ലംഘിക്കാതെ തന്നെ യേശുവിൻ്റെ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാൻ പറ്റും. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കുന്നത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുക, വെറുക്കുന്നവനെ വെറുക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിമേൽ അങ്ങനെ ആകാൻ പാടില്ല. ഏറ്റവും വലിയ ശരി, സത്യത്തിൻ്റെ പൂർണ്ണത, നന്മയുടെ പൂർണ്ണത ഈശോ നമുക്ക് തന്നു. അങ്ങനെ ഈശോയെ അംഗീകരിക്കുന്നവർ ഏറ്റവും വലിയ നന്മയുടെ ഉറവിടങ്ങളായിരിക്കും. അവർ ക്രിസ്തുത്വം പ്രാപിക്കുന്നവരായിരിക്കും. അങ്ങനെ ലോകം മുഴുവനും ക്രിസ്തുവിലേക്ക് മടങ്ങണം, ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിലാകണം. അങ്ങനെ സമാധാനപൂർണമായൊരു ലോകം ഇവിടെ ഉണ്ടാകണം. മനുഷ്യർ യേശുവിനെ അംഗീകരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്കതുകൊണ്ട് യേശുവാണ് ഏകരക്ഷകനെന്ന്, യേശുവാണ് ഏക കർത്താവെന്ന്, അത് മറ്റൊരു രാജ്യത്തിൻ്റെയും ഭരണഘടനയ്ക്കെതിരല്ലെന്ന്, മറ്റൊരു മതത്തിനെതിരല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് സകലരെയും യേശുവിൻ്റെ നേതൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ ഈ അവബോധം എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. ഈ യാത്ര ഏറ്റവും അധികം വിജയപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് മുൻകൈ എടുത്തിറങ്ങി വന്നവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയും അവർക്കെല്ലാം നന്മയും നേരുകയും ചെയ്യുന്നു. ആമേൻ.